സ്വാധീനിച്ച ആദ്യത്തെ പുസ്തകം ഞാൻ 94 വായിച്ച MB നാരായണപിള്ളയുടെ പരിണാമം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. അതിലെ പൂയില്യൻ എന്ന് പറയുന്ന കഥാപാത്രം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇനി നോവലിൻ്റെ കാര്യം പറഞ്ഞാൽ TD രാമകൃഷ്ണൻ്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, ഫ്രാൻസിസ് എട്ടിക്കോര, അദ്ദേഹത്തിൻ്റെ തന്നെ പച്ച മഞ്ഞ ചുമപ്പ്, ഈ ഇത്രയും പുസ്തകങ്ങൾ TD രാമകൃഷ്ണൻ്റെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു പുസ്തകം KR മീര, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാര്, അവരുടെ ആരാച്ചാർ എന്ന് പറയുന്നത്, അത് കഴിഞ്ഞിട്ട് വന്ന പെൺ പഞ്ചതന്ത്രം എന്ന് പറയുന്ന ഈ കഥകൾ, ഇത്രയും ഈ പുസ്തകങ്ങൾ നോവല് ആയിട്ട് നോക്കിയാൽ പിന്നെ ഒരുപാട് അറിവ് കിട്ടിയത് സാപ്പിയൻസ് എന്ന് പറയുന്ന യുവാൽ നോവ ഹറാരിയുടെ സാപ്പിയൻസ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മുഴുവനും ജീവിതത്തെ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് മാറിപ്പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഥകളാണെങ്കിൽ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള, ഒരു പക്ഷേ ഞാൻ ജീവിതത്തിൽ മറക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കവിത, ഒരു കഥ, അത് ഈ സന്തോഷ് കുമാറിൻ്റെ നാരകങ്ങളുടെ ഉപമ എന്ന് പറയുന്ന ഒരു കഥയാണ്. അതുപോലെ സന്തോഷ് ചിക്കാനത്തിൻ്റെ ബിരിയാണി. എല്ലാവർക്കും നമസ്കാരം. ഈ വായനാ ദിനത്തിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായിട്ട് ഒരു ചര്യ പോലെ വായനയെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഫാദർ മർക്കോസ് ചിറ്റേമാര്. അച്ഛാ നമസ്കാരം. നമസ്കാരം. അച്ഛൻ്റെ അരികിലേക്ക് ഞാൻ പലപ്പോഴും എത്തുമ്പോൾ അച്ഛൻ്റെ കയ്യിലൊരു പുസ്തകം ഉണ്ടാകും, അങ്ങ് വായിക്കുകയായിരിക്കും. എത്ര നാളായി ഈ വായന ഇങ്ങനെ തുടങ്ങിയിട്ട്? ഇങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് വായിക്കാൻ തുടങ്ങിയിട്ട് ഒരു 35 വർഷത്തോളമായി. എന്ന് വെച്ചാൽ ഞാൻ സെമിനാരിൽ ചേരുന്നത് 88 ജൂൺ മാസത്തിലാണ്. അന്ന് മുതലാണ് കൃത്യമായിട്ട് പുസ്തകങ്ങൾ കിട്ടിത്തുടങ്ങിയത്. ഏതാണ്ട് ഒരു 8-10 പീരീഡിലുകളും അതോടൊപ്പം തന്നെ ആഴ്ചയിലൊരു പുസ്തകവും എക്സ്ട്രാ ആയിട്ട് വായിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് മുതൽ വായിച്ച് തുടങ്ങിയത്. ഞാൻ സെമിനാരി ജീവിതം അവസാനിപ്പിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ദുഃഖം, ഇനി ഇത്രയും പുസ്തകങ്ങൾ എനിക്ക് വാങ്ങാൻ പറ്റുമോ, പ്രത്യേകിച്ച് പീരിയോഡിക്കൽസുകൾ. പക്ഷേ എനിക്കെല്ലാം വാങ്ങാൻ പറ്റിയില്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട്, അതായത് അന്ന് മുതൽ തുടങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഞാൻ ഇന്നും വായിക്കുന്നുണ്ട്. മിക്കവാറും ഒരു ലക്കം പോലും ഒരുപക്ഷെ മിസ് ചെയ്തിട്ടില്ല. അതുപോലെ മലയാളം മാധ്യമ ആഴ്ചപ്പതിപ്പുകളൊക്കെ മിക്കവാറും ഒക്കെ ആവശ്യമുള്ളത് വാങ്ങാറുണ്ട്. സ്ഥിരമായിട്ട് വായിക്കുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. അന്ന് മുതൽ ഏതാണ്ട് ഒരു 35 വർഷമായി ഞാൻ ഇത്രയൊക്കെ സീരിയസ് ആയിട്ട്. ഒരുപക്ഷെ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അബദ്ധവശാൽ സാഹചര്യത്തിൽ വന്ന് പെട്ടതാണ് ഈ വായനയിലേക്ക്, എക്സ്ട്രാ റീഡിങ്ങിലേക്കൊക്കെ. അപ്പോൾ അബദ്ധവശാൽ പെട്ടത് പിന്നീട് വായനയിലേക്ക് അങ്ങ് നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ഒഴിവാക്കാനാവാത്ത ഒരു ജീവിതചര്യയായിട്ട് അങ്ങ് മാറ്റി. അതെ, തീർച്ചയായിട്ടും. പിന്നെ വായിക്കാതിരിക്കാൻ വയ്യാത്ത തരത്തിൽ നമ്മളിങ്ങനെ എന്തോ നിർബന്ധിക്കുന്നു എന്ന് പറയുന്നത് പോലെ. അതായത് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കണ്ടാൽ അത് വായിച്ചേ പറ്റൂ. ഒരു പേപ്പർ കിടക്കുന്നു, അതവിടെ കിടക്കുമ്പോൾ അങ്ങനെ പോകാൻ തോന്നില്ല, എടുക്കുക, ഒന്ന് വായിക്കുക. അത് അങ്ങനെ അങ്ങ് ശീലമായി പോയത്. ഇപ്പൊ സെലക്റ്റീവ് ആണല്ലേ വായന? തീർച്ചയായിട്ടും സെലക്റ്റീവ് ആണ്. എല്ലാ പുസ്തകങ്ങളും എല്ലാം ഒന്നും വായിക്കാറില്ല. ഞാൻ കൂടുതലും സാഹിത്യം, മലയാള സാഹിത്യം, അതേപോലെ ഹിസ്റ്ററി, പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള ദൈവശാസ്ത്ര, ബൈബിൾ, അങ്ങനത്തെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും 5 മിനിറ്റെങ്കിലും. ഇനി എൻ്റെ പ്രത്യേക കാര്യം ദൈവശാസ്ത്രം, ബൈബിള്, മതപരമായിട്ടുള്ള കാര്യം അരമണിക്കൂറെങ്കിലും പറയാനുള്ള ഒരു അറിവ് ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിർബന്ധം. അതുകൊണ്ട് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ എല്ലാ ഞായറാഴ്ചയും എനിക്ക് പള്ളിയിൽ പ്രസംഗം പറയണമല്ലോ, അതിനു വേണ്ടിയിട്ട് ആണ് ഞാൻ വായന ഇപ്പം ഞാൻ പ്രധാനമായിട്ടും കാണുന്നത്. എന്ന് വെച്ചാൽ വായനയിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾക്കല്ല, നമുക്ക് നല്ലൊരു ഭാഷ ഉണ്ടാകണം, വാക്കുകൾക്ക് തപ്പാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനൊരു വായന ഉണ്ടെങ്കിൽ നമുക്കറിയാതെ പ്രസംഗപീഠത്തിൽ നിൽക്കുമ്പം പുതിയ പുതിയ വാക്കുകൾ, ആശയങ്ങൾ ഇങ്ങനെ ഒന്നും നേരത്തെ കാണാതെ തന്നെ ഒഴുകി വരും. എൻ്റെ മനസ്സിൽ എന്ന് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, പൊൻകുന്നം വർക്കി ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, മലയാള ഭാഷ ഇത്ര വികൃതമാക്കിയത് അച്ഛന്മാരുടെ പള്ളി പ്രസംഗമാണ് എന്നിങ്ങനെ പറഞ്ഞു. എനിക്കത് വല്ലാതെ അത് സ്ട്രൈക്കായി. അതെന്നെ ഒന്ന് സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ കുറേയൊക്കെ സത്യം ഉണ്ടാവും. കൂടുതൽ ആശയങ്ങൾ, കൂടുതൽ വാക്കുകൾ, ഈ ഒരു ഒഴുക്ക് കിട്ടണം. പിന്നെ ഇങ്ങനെ നമ്മളൊക്കെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഈ പട്ടാളക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ക്യൂ നിൽക്കുമല്ലോ, ഒരു യുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് പോലെ ആരെയും വിളിക്കണ്ട, ആവശ്യത്തിനുള്ളത് ഇങ്ങനെ മനസ്സിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കും. അതാണ് വായനയുടെ ഒരു വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആശയങ്ങൾ വരും,
അത് നമുക്ക് അന്നത്തെ ജീവിത സാഹചര്യമായിട്ട് വരും. അപ്പം അത്തരത്തിൽ നമുക്ക് വായനയെ കാണും. വായനയെ നമ്മൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അനർഗളമായിട്ട് വാക്കുകൾ നാവിൻ തുമ്പിലേക്ക് കടന്നു വരും. കടന്നു വരും. അതെല്ലാം വലിയൊരു അനുഗ്രഹം പോലെ, പ്രാർത്ഥന പോലെയൊക്കെ അങ്ങ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. മറ്റൊരു കാര്യമുള്ളത്, ഈ ഒരു കാലഘട്ടത്തിൽ വായനയ്ക്ക് ചില മാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ട് വർത്തമാന പത്രങ്ങൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകളോ നമുക്ക് പേപ്പർ രൂപത്തിലുള്ള വായനയായിരുന്നെങ്കിൽ ഇന്ന് അല്പം ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. എന്താ അതിനെക്കുറിച്ച് പറയുന്നത്? വായന ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ടെന്ന് സത്യം. പക്ഷേ ഗൗരവമുള്ള വായനക്കാർ ഇപ്പോഴും പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവരാണ്. ഇത് ഡിജിറ്റൽ വായനയുടെ ഒരു പ്രശ്നം, അത് നമുക്ക് അത്ര ഒരു സുഖം കിട്ടില്ല എന്നുള്ള. വായനയിൽ നമുക്ക് കിട്ടുന്നത് എന്താ? ഈ പുസ്തകം മറിക്കുമ്പോൾ ഒരു സന്തോഷം, പുസ്തകത്തിൻ്റെ ഒരു മണം, അത് നമ്മളെ ഹരം കൊള്ളിക്കാറുണ്ട്, പുസ്തകത്തിൻ്റെ മണം. അതുപോലെ പുസ്തകങ്ങൾ നമുക്ക് അണ്ടർലൈൻ ചെയ്തിടും. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അപ്പോൾ ഉപയോഗിക്കാം. അണ്ടർലൈൻ ചെയ്യുമ്പോൾ ജോസഫ് സ്റ്റാലിൻ്റെ വായനകൾ അങ്ങനെയായിരുന്നു. അദ്ദേഹം അണ്ടർലൈൻ ചെയ്യും. അദ്ദേഹം എന്നിട്ട് ബ്രാക്കറ്റിൽ അതിന് വേണ്ട കാര്യം മാർജിനിൽ അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെറിയ ഷോർട്ട് നോട്ട് പോലെ ആ പുസ്തകത്തിൻ്റെ മാർജിനിൽ കുറിച്ച് വയ്ക്കും. ഇതിനൊന്നും ഡിജിറ്റൽ വായനയ്ക്ക് പറ്റില്ല. ഗൗരവമുള്ള വായനക്കാർ ഒരിക്കലും ഡിജിറ്റൽ വായന അല്ല കാണുന്നത്. ഡിജിറ്റൽ വായന ഒരു കാഷ്വൽ റീഡിംഗ് ആയിട്ട് പോകും. നമുക്ക് പക്ഷേ ഏറ്റവും പെട്ടെന്ന് അപ്പോൾ അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ ഡിജിറ്റൽ ലോകം ആവശ്യമാണ്. എനിക്ക് പുസ്തകങ്ങൾ വായിക്കാനായിട്ട് സെലക്ട് ചെയ്യാൻ ഈ ഡിജിറ്റൽ വായന ഉപകാരപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം അങ്ങയുടെ പുസ്തക ശേഖരം, അങ്ങ് പല പള്ളികളിൽ സേവനം ചെയ്തിട്ടുള്ള ആളാണ്. എത്ര പള്ളികളിൽ ഇതുവരെ സേവനം ചെയ്തിട്ടുണ്ട്? ഞാൻ ഏതാണ്ട് 13 പള്ളികളിൽ സേവനം ചെയ്തിട്ടുണ്ട്. അങ്ങേക്ക് കൃത്യമായിട്ടുള്ള ഒരു പുസ്തക ശേഖരം ഉണ്ടോ? ഉണ്ട്, കൃത്യമായിട്ട് എനിക്കൊരു പുസ്തക ശേഖരമുണ്ട്. പക്ഷേ എൻ്റെ ഒരു കാര്യം, എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഞാൻ തേടി കണ്ടുപിടിച്ച് മേടിക്കും. അതെൻ്റെ കൂട്ടത്തിൽ കരുതുകയും ചെയ്യും. ഇനി ഞാൻ മേടിക്കുന്ന പുസ്തകം അത്ര നല്ലതല്ലെങ്കിൽ ആ പള്ളിയിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ ആ പുസ്തകം അവിടുത്തെ ഏതെങ്കിലും സംഘടനയ്ക്ക് ആർക്കെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവുകയും ചെയ്യും. എനിക്ക് വേണ്ട പുസ്തകങ്ങൾ മാത്രമേ, എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ മാത്രമേ ഞാൻ കരുതാറ്, കൂട്ടത്തിൽ കൊണ്ടുപോകാറുള്ളൂ. അത് എന്നെ സംബന്ധിച്ച് നമ്മൾ കുട്ടികളെ കൊണ്ടുനടക്കുന്നത് പോലെ. ഒരു പുസ്തകം ഞാൻ സാധാരണ രീതിയിൽ പുസ്തകം വായിക്കാൻ കൊടുത്താൽ അത് നിർബന്ധമായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടേ കൊടുക്കൂ. ഇനി അത്രമേൽ എനിക്ക് അടുപ്പമുള്ളവർക്ക് മാത്രമേ ഞാൻ പുസ്തകം കൊടുക്കുകയുള്ളൂ. ഒരു പുസ്തകം പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് ഒരു നമ്മുടെ ഒരു മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് എനിക്കൊരു പുസ്തകം നഷ്ടപ്പെട്ടു പോയാൽ. പുസ്തകം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടാവും, ധാരാളം പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്ര ഇഷ്ടപ്പെട്ട പുസ്തകമാണെങ്കിൽ നഷ്ടപ്പെട്ട പുസ്തകം ഞാൻ തേടി കണ്ടുപിടിച്ച് പുസ്തകമേളയിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഞാൻ മേടിക്കും അത്. കാരണം എനിക്ക് ഒരു പുസ്തകം നഷ്ടപ്പെടുന്നത് എനിക്ക് അത്ര ബുദ്ധിമുട്ടായതുകൊണ്ട് എൻ്റെ കൂട്ടത്തിൽ അത് ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പുസ്തകം ഞാൻ തേടി പിടിച്ച് ഞാൻ മേടിക്കും. അത് ഞാൻ ശേഖരിച്ച് സൂക്ഷിക്കുകയും ചെയ്യും. ലൈബ്രറികളിൽ നിന്ന് ഞാൻ അധികം പുസ്തകം എടുക്കാറില്ല. ഞാൻ ആർക്കും തന്നെ അതുകൊണ്ട് ഒരുപാട് എത്ര ഇഷ്ടമുള്ളവർക്കല്ലാതെ വായിക്കാൻ കൊടുക്കാറുമില്ല. എനിക്കിഷ്ടപ്പെട്ട പുസ്തകം എൻ്റെ കൂട്ടത്തിലുണ്ടാവും. എപ്പോഴും റെഫറൻസിന് എന്നുള്ള തലത്തിൽ എൻ്റെ കൂട്ടത്തിലുണ്ടാവും. എത്രത്തോളം പുസ്തകങ്ങൾ ഇപ്പം അങ്ങയുടെ പക്കലുണ്ട്? എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 2000-ഓളം പുസ്തകങ്ങൾ ഉണ്ടാവും. പൊതുവെ ഇപ്പൊ സമീപകാലത്തായിട്ട് അങ്ങ് വായിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം മനു എസ് പിള്ളയുടെ ദന്തസിംഹാസനം. 860ഓളം പേജുണ്ട്. 500 പേജുകൾ ഞാൻ വായിച്ചു തീർത്തു. ഞാനത് മേടിച്ചതൊരു 6-7 വർഷങ്ങൾക്ക് മുന്നേ മേടിച്ചതാണ്. എനിക്കത് മുഴുവൻ വായിക്കാൻ അന്ന് സമയം കിട്ടാതെ ഞാനത് സൈഡ് ചെയ്തതാണ്. അത് വായിക്കാൻ ഇപ്പോൾ വായിക്കാൻ പ്രചോദനം കിട്ടിയത് 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന പി ഭാസ്കരനുണ്ണിയുടെ ഒരു പുസ്തകം. അത് ഏതാണ്ട് ഒരു 10,000 പേജുള്ള ഒരു പുസ്തകം. അത് വായിച്ചപ്പം തിരുവിതാംകൂറിൻ്റെ കുറേ ചരിത്രം അതിനകത്തുണ്ട്. നമ്മളെങ്ങനെയായിരുന്നു അയിത്തത്തെ സംബന്ധിച്ചും അന്നത്തെ ടാക്സേഷന്, അന്നത്തെ കൃഷി രീതികൾ, ജാതി വ്യവസ്ഥ, ഇതിനെ പറ്റിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൂടുതലൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ പ്രളയം, അതായത് 1099 ഒരു പ്രളയം, ആ സമയം ഇവിടെ സേതു ലക്ഷ്മിഭായി ഭരിക്കുന്ന ഒരു സമയമാണ്. ആ പ്രളയ സമയത്ത് ഇതെല്ലാം കണ്ടിട്ട് സേതു ലക്ഷ്മിഭായി തൻ്റെ മുറിക്കകത്ത് പോയിരുന്ന്, അദ്ദേഹം അന്ന് സ്ഥാനം ഏൽക്കുന്ന വർഷമാണ് 1924, ഒരു മുറിക്കകത്ത് കയറിയിരുന്ന് ഒരു പകല് മുഴുവൻ എന്നുള്ള തരത്തിൽ കരഞ്ഞു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കഴിഞ്ഞ പ്രളയം, നമ്മൾക്ക് ഈ ഒരു പ്രളയം ഉണ്ടായി 18-ൽ, അതിനു മുന്നേ 100 വർഷം മുന്നേ ഉള്ള പ്രളയം എങ്ങനെയാണ് തിരുവിതാംകൂർ അഭിമുഖീകരിച്ചത്, ഇങ്ങനെയുള്ള ഒരു ചിന്തയൊക്കെയാണ് ഈ പുസ്തകം വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഈ ഒരു ചിന്തയാണ്. അതിനു മുന്നേ ഇപ്പോൾ സാഹിത്യത്തെ പറ്റി പറഞ്ഞാൽ, ഇതിനു മുന്നേ ഞാൻ വായിച്ചത് ഹരിത സാവിത്രിയുടെ സിൻ എന്ന് പറയുന്ന ഒരു നല്ലൊരു നോവലുണ്ട്. അതാണ് അതിനു മുന്നേ വായിച്ചത്. അതിനു മുന്നേ വായിച്ചത് തീർച്ചയായിട്ടും റാം കെയർ ഓഫ് ആനന്ദി വായിച്ചു. അതിൻ്റെ അടുത്തോളം ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ
കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന് പറഞ്ഞിട്ട് ആ രാജശ്രീയുടെ ഒരു പുസ്തകം ഏതാണ്ട് ഒരു 2 മാസത്തിനുള്ളിൽ വായിച്ച പുസ്തകങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഞാൻ കഥകൾ ധാരാളം വായിക്കാറുണ്ട്. ഈയിടെ വായിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ കെ ഷാഹിദ അദ്ദേഹത്തിൻ്റെ ജലത്തിൻ്റെ നിറം എന്ന് പറയുന്ന ഒരു കഥ. അത് കഴിഞ്ഞിട്ട് ഫ്രാൻസിസ് നെറോണയുടെ മാതൃഭൂമിയിൽ വന്ന ഒരു കഥയുണ്ട്, ബഹിരാകാശം എന്നാണ് ആ കഥയുടെ പേര്. അങ്ങനെ ശുഭദിനം എന്ന് പറഞ്ഞിട്ടൊരു കഥ ഞാൻ ഈയിടെ വായിച്ചു. പിന്നെ അതുകൂടാതെ തൊട്ടടുത്ത ദിവസം അനന്തപത്മനാഭൻ്റെ അദ്ദേഹം എഴുതിയ ഒരു കഥയും ഈ കഴിഞ്ഞ ദിവസം ഒരാഴ്ചക്കുള്ളിൽ ഇത്രയും കഥകൾ വായിച്ചായിട്ട് ഞാൻ ഓർക്കുന്നു. അങ്ങ് എഴുതാറുണ്ടോ? ഞാൻ ചില പ്രസംഗക്കുറിപ്പുകളൊക്കെ എഴുതാറുണ്ട്, അല്ലാതെ പുസ്തകങ്ങളായിട്ട് എഴുതിയിട്ടില്ല. അതിനുള്ള ഒരു സമയം, അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്ത എഴുത്തിനേക്കാൾ കൂടുതൽ വായനയാണ്. എഴുതാൻ കുറച്ചുകൂടി സമയം വേണം, കുറച്ചുകൂടി ഒരു പക്ഷേ നമ്മളെല്ലാം കളക്ട് ചെയ്ത് വെക്കണം. പക്ഷേ ഞാൻ വായിക്കുന്നത് വായനയ്ക്ക് വേണ്ടിയിട്ടാണ്, മറ്റൊന്നിനുമല്ല. എനിക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, പ്രണയത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയില്ലേ, ജീവിതത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയില്ലേ, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലക്ഷ്യമൊന്നും എനിക്കില്ല. ഈ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട്, പ്രണയത്തിന് വേണ്ടിയിട്ട്, വായനയ്ക്ക് വേണ്ടിയിട്ട്, വായിക്കുമ്പോൾ ഓരോ അക്ഷരവും വായിക്കുമ്പം ആ അക്ഷരങ്ങൾ നമുക്ക് തരുന്ന ഒരു വലിയ പ്രണയതുല്യമായിട്ടുള്ള സന്തോഷമുണ്ട്. ഓരോ അക്ഷരവും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നൃത്തം ചെയ്യും. അക്ഷരങ്ങൾക്ക് നൃത്തം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് നമ്മുടെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കും. ഈ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കുന്നത്. അങ്ങിപ്പോൾ സേവനം ചെയ്യുന്നത് എവിടെയാണ്? ഞാനിപ്പോൾ മറ്റിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ. ഇവിടെ കാർഷിക രംഗത്ത് കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് വന്നതിന് ശേഷം കഴിഞ്ഞു എന്തെല്ലാമാണ് ചെയ്തത്? ഇവിടെ ഞാൻ ചുമ്മാ കിടന്ന പറമ്പായിരുന്നു, പാട്ടത്തിനൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യമേ തന്നെ ഈ പറമ്പിൽ ഒരു 200-200-ലധികം തെങ്ങ് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കൊക്ക വെച്ചു, ഒരു 500 കൊക്ക വെച്ചു. അതിൻ്റെ ഇടയിലൂടെ ഒരു 500ഓളം കൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1000 അടയ്ക്കാമരം വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, പാകി നിർത്തിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കുറച്ച് ജാതി, ഇങ്ങനെ പറമ്പ് മുഴുവനും കൃഷി ചെയ്തു. അപ്പോൾ ഈ വേനൽക്കാലം ആയപ്പോഴേ ഇതൊക്കെ എങ്ങനെ സംരക്ഷിക്കാന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് നമുക്കിത് മുഴുവനും നമുക്ക് ഷെയ്ഡ് കെട്ടി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിനകത്തോടെ ഷെയ്ഡായിട്ട് തണൽ കിട്ടാൻ വേണ്ടി കപ്പ ഇട്ടു. 5000 ചൂടോളം കപ്പ ഇട്ടു. 5000 ചൂട്? അതെ, ഇപ്പൊ ആ കപ്പ പറിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു 25,000 കിലോ കപ്പ, 5 ലക്ഷം രൂപയുടെ കപ്പ കിട്ടും. അപ്പൊ ഇതുവരെ ഞാൻ പറമ്പിൽ പണിത മുഴുവൻ പൈസയും ഈ കപ്പയ്ക്കകത്തുനിന്ന് കിട്ടും. ബാക്കിയെല്ലാം ലാഭം എനിക്ക്. പിന്നെ ഇത് കൂടാതെ വാഴകൃഷിയുണ്ട്, ഒരു 700 വാഴ വെച്ചിട്ടുണ്ട്. അത് പള്ളി പരിസരമൊക്കെ വൃത്തിയായിട്ട് നിൽക്കട്ടെ. ഇത് പരിസരമൊക്കെ വൃത്തിയാക്കി ഇടാനുള്ള ചെലവും പൈസയൊക്കെ മതി അവിടെ ഒരു വാഴ വെച്ചാൽ. വാഴ വളർന്നു വരുന്നതനുസരിച്ച് വാഴയ്ക്ക് പണിയുന്ന അത്രയും പൈസയൊക്കെ മതി ഇത് വൃത്തിയാക്കി ഇടാൻ വേണ്ടി. അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥാപനങ്ങളിലൊക്കെ ഇതൊക്കെ നമുക്ക് വലിയ നഷ്ടമല്ല. വായന പോലെ തന്നെ അങ്ങ് ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയാണ്? വായന പോലെ ഞാൻ കൃഷി ഇഷ്ടപ്പെടുന്നുണ്ട്, പൂന്തോട്ടം നിർമ്മിക്കൽ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ ചെറിയ യാത്രകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും പുസ്തകങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. തീർച്ചയായിട്ടും പുസ്തകം ഞാനൊരു ദിവസം ഒരു പ്രിന്റ് ഒരു 3 മണിക്കൂറിൽ കുറയാതെ പ്രിന്റ് ഒരു ദിവസം വായിക്കുന്നുണ്ട്. പുസ്തകങ്ങൾ, പീരിയോഡിക്കൽസ് ഒക്കെ ആയിട്ട്. ഓൺലൈൻ വായനകൾ സമയം പോലെയൊക്കെ, സൗകര്യം പോലെ. നമ്മുടെ ഭാഷാശൈലിയെ രൂപപ്പെടുത്താൻ എന്തുകൊണ്ടും പുസ്തകങ്ങൾക്ക് കഴിയും. എന്നാൽ ചില പുസ്തകങ്ങൾ നമ്മളെ വല്ലാതെ അങ്ങ് സ്വാധീനിക്കും, ചിലപ്പോൾ നമ്മളെ ഉറക്കം നഷ്ടപ്പെടുത്തും. അപ്പൊ അങ്ങേ അത്തരത്തിൽ സ്വാധീനിച്ചിട്ടുള്ള പുസ്തകങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് സ്വാധീനിച്ച ആദ്യത്തെ പുസ്തകം ഞാൻ 94-ൽ വായിച്ച MB നാരായണ പിള്ളയുടെ പരിണാമം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. അതിലെ പൂയില്യൻ എന്ന് പറയുന്ന കഥാപാത്രം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇനി നോവലിൻ്റെ കാര്യം പറഞ്ഞാൽ TD രാമകൃഷ്ണൻ്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, ഫ്രാൻസിസ് എട്ടിക്കോര, അദ്ദേഹത്തിൻ്റെ തന്നെ പച്ച മഞ്ഞ ചുമപ്പ്, ഇത്രയും പുസ്തകങ്ങൾ TD രാമകൃഷ്ണൻ്റെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു പുസ്തകം KR മീര, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാര്, അവരുടെ ആരാച്ചാർ എന്ന് പറയുന്നത്, അത് കഴിഞ്ഞിട്ട് വന്ന പെൺ പഞ്ചതന്ത്രം എന്ന് പറയുന്ന ഈ കഥകൾ, ഇത്രയും ഈ പുസ്തകങ്ങൾ നോവല് ആയിട്ട് നോക്കിയാൽ പിന്നെ ഒരുപാട് അറിവ് കിട്ടിയത് സാപ്പിയൻസ് എന്ന് പറയുന്ന യുവാൽ നോവ ഹറാരിയുടെ സാപ്പിയൻസ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മുഴുവനും ജീവിതത്തെ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് മാറിപ്പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഥകളാണെങ്കിൽ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള, ഒരു പക്ഷേ ഞാൻ ജീവിതത്തിൽ
മറക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കവിത, ഒരു കഥ. അത് ഈ സന്തോഷ് കുമാറിൻ്റെ നാരകങ്ങളുടെ ഉപമ എന്ന് പറയുന്ന ഒരു കഥയാണ്. അതുപോലെ സന്തോഷ് ചേച്ചിക്കാനത്തിൻ്റെ ബിരിയാണി, അദ്ദേഹത്തിൻ്റെ തന്നെ മിസാറു, പിന്നെ ഇങ്ങനെ കുറേ കഥകൾ, ഫ്രാൻസിസ് നെറോണയുടെ കഥകൾ, സന്തോഷ് ചേച്ചിക്കാനത്തിൻ്റെ, പിന്നെ അങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇത്രയും എഴുത്തുകാരൊക്കെ വരുന്നുള്ളൂ. ഒരുപാട് എഴുത്തുകാരുണ്ട്. പെട്ടെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കയറി വന്ന പുസ്തകങ്ങളാണ് ഇതൊക്കെ. അങ്ങ് ജനിച്ചത് എവിടെയാണ്? ബാല്യകൗമാരങ്ങളൊക്കെ ഞാൻ ജനിച്ചത് ഈ നാട്ടിൽ തന്നെ. ഞാൻ തോക്കുപാറയാണ്, ചെങ്കുളത്താണ് ഞാൻ ജനിച്ചത്. ഞാൻ പഠിച്ചത് ഒരു ഒരു നഴ്സറിയിൽ ഞാൻ 3ാം ക്ലാസ് വരെ പഠിച്ചു. ആ 3ാം ക്ലാസ്സിലെ പഠനത്തിൽ ഞാനൊരു അനുഭവം വായനയിലേക്ക് കടന്നു വരാൻ എനിക്കൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. അത് ഞാനൊരു 6 വയസ്സായപ്പോഴാണ് അടുത്തുള്ള ഒരു മറിയാമ്മ ടീച്ചറിൻ്റെ അടുത്താണ് അക്ഷരം പഠിക്കാൻ പോയത്. ഒരു വർഷം കൊണ്ട് ഞാൻ എഴുത്തും വായനയും പഠിച്ചു. അതിനുശേഷം 3ാം ക്ലാസ്സിലെ പുസ്തകമാണ് ഞാൻ പഠിക്കണേ. 3ാം ക്ലാസ്സിലെ പുസ്തകം പഠിച്ച് 3ാം ക്ലാസ്സിലെ അവസാനത്തെ പരീക്ഷയാണ് തോക്കുപാറ ഗവൺമെൻറ് സ്കൂളിൽ പോയി എഴുതുന്നത്. ഇതിനകത്ത് 1ഉം 2ഉം 3ഉം അവിടെ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആ പരീക്ഷയ്ക്ക് ഞാൻ ജയിച്ചാൽ 4ാം ക്ലാസ്സിലേക്ക്, തോറ്റാൽ 1ാം ക്ലാസ്സിലേക്ക്, അങ്ങനെയായിരുന്നു. നിർഭാഗ്യവശാൽ എന്തോ കാരണം കൊണ്ട് എഴുതാനും വായിക്കാനും അറിയാവുന്ന ആ ക്ലാസ്സിലെ അപൂർവ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ഞാൻ. എങ്കിലും ഞാൻ തോറ്റു കഴിയുമ്പോൾ ഞാൻ 1ാം ക്ലാസ്സിൽ പോയിരുന്നു. ഇങ്ങനെ ഈ 1ാം ക്ലാസ്സിൽ ഞാനൊരു 2 മാസം പോയിരുന്നപ്പോൾ എനിക്ക് വല്ലാതെ ബോറായി. എനിക്ക് അവിടെ എഴുതാനും വായിക്കാനും അറിയാം, ഞാനൊരു മുതിർന്ന കുട്ടിയാണ്. എനിക്ക് വല്ലാതെ, പിന്നെ ഈ ടീച്ചർമാരുടെ ഒരു വല്യേട്ടൻ ചോദ്യവും ആക്ഷേപിച്ചുള്ള ഒരു നോട്ടവും ഇതൊക്കെ എനിക്ക് വല്ലാതെ ഒരു ബുദ്ധിമുട്ടാക്കി. ഞാൻ വീട്ടിൽ പോയിരുന്നു. ഞാൻ പള്ളിക്കൂടത്തിൽ പോകുന്നില്ല. 3ാം ക്ലാസ്സിന് ഇനിയും ഞാൻ പരീക്ഷ എഴുതി 4ലേക്ക് ജയിച്ചോളാം എന്ന് എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു. അവർ ആ സമയത്ത്, ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത്, എനിക്ക് പുസ്തകങ്ങൾ മേടിച്ചുകൊണ്ട് തന്നു. പൂമ്പാറ്റ, ബാലരമ, ബാലമംഗളം, ഇങ്ങനത്തെ കുറേ പുസ്തകങ്ങൾ, പിന്നെ സ്നേഹസേന, ഇതൊക്കെ ഇങ്ങനെ വായിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ വായനാ രംഗത്തിലേക്ക് കടന്നു വരണം. അങ്ങനെയാണ്. അതിനുശേഷം ഒരു 2-3 മാസം കഴിഞ്ഞ് ക്രിസ്മസ് ഒക്കെ ആയപ്പം വീണ്ടും എൻ്റെ ചാച്ചൻ ചെന്ന് സാറിനോട് ചോദിച്ചു. സാറ് എന്നെ വീണ്ടും വിളിച്ചു. എന്താണെങ്കിലും എന്നെ 4ാം ക്ലാസ്സിലേക്ക് സാറ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന ഒരു 3-4 മാസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലം. പിന്നെ അത് കഴിഞ്ഞ് തോക്കുപാറ സ്കൂളിൽ ചെന്ന് അവിടെ മലയാളം പഠിപ്പിച്ചിരുന്ന ഒരു സാറുണ്ടായിരുന്നു. അദ്ദേഹം അന്നാണ് എന്നെ മാമ്പഴം എന്ന് പറയുന്ന കവിത ആ സാറ് നന്നായിട്ട് ചൊല്ലി. ഒരു ദിവസം ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ കവിത വല്ലാതെ എന്നെ ഒന്ന് സ്വാധീനിച്ചിട്ടുണ്ട്. അന്ന് സാർ അത് ഈണത്തിൽ ചൊല്ലിയതും ആ മാമ്പഴത്തിൻ്റെ ആശയമൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ വായന തുടങ്ങി. ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് പിന്നെ ഹൈസ്കൂളിൽ വന്നു. ഹൈസ്കൂളിലെ അധ്യാപകരൊക്കെ വായനയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ സെമിനാറിൽ ചെല്ലുന്ന സമയത്ത് ഈ ശീലത്തോടു കൂടി ചെന്നതുകൊണ്ട് അവിടെ നല്ലൊരു പ്രോത്സാഹനം വായനയ്ക്കുണ്ടായി. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ജീവിതകാലം അതാണ്. ഇത്തരത്തിൽ വായിച്ചങ്ങ് മുന്നോട്ട് പോവുകയായിരുന്നു. ബിരുദ പഠനമൊക്കെ എവിടെയായിരുന്നു? ബിരുദ പഠനം ഞാൻ പ്രൈവറ്റായിട്ടാണ് പഠിച്ചത്. പ്രൈവറ്റായിട്ട് ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഇതായിട്ട് വടവാതൂർ സെമിനാരിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ എനിക്ക് റാങ്കിനടുത്ത മാർക്കുണ്ടായിരുന്നു. മലയാളം എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. വായന നഷ്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല? ഇല്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. വായിച്ചു കഴിയുമ്പോൾ നമ്മൾ മറ്റൊരാളാകുന്നത് പോലെ. ഒരു പുസ്തകം വായിക്കുന്നതിന് മുന്നേ ഉള്ള നമ്മളല്ല വായിച്ചു കഴിയുമ്പോൾ. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണാൻ നമ്മൾ പഠിക്കും. അതുമാത്രമല്ല, ഈ വായന, എല്ലാവരും വായന ശീലിക്കണമെന്ന് പറയുന്നത് പുസ്തകങ്ങളിലൂടെ, യാത്രകളിലൂടെ അറിയുമ്പോൾ നമ്മൾ ആരുമല്ല എന്ന് മനസ്സിലാവും. പുസ്തകങ്ങൾ കണ്ടെത്തുന്ന ചില മനുഷ്യ ജീവിതങ്ങളൊക്കെ ഉണ്ട്, ചില ജന്മങ്ങളൊക്കെ ഉണ്ട്. ചില ആളുകൾ എന്തുമാത്രം ദാരിദ്ര്യത്തിലൂടെ ബിരിയാണിയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയുള്ളവരല്ലേ നമ്മൾ. ഭക്ഷണം ഇല്ലാതെ മരിച്ചുപോയ ഒരു മോളുടെ അപ്പന് ബിരിയാണി ചാക്ക് കണക്കിന് കൊണ്ടുപോയി കെട്ടിത്താഴ്ത്തി ഇടുന്ന സമയത്ത് അയാൾ അനുഭവിക്കുന്ന ഹൃദയവേദന എന്ന് പറയുന്നത് അത് വായിച്ചിട്ടുള്ള ആൾക്കേ മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ ആരുമല്ല എന്നും ഒന്നുമല്ല എന്നും, നമ്മൾ വലിയ പണക്കാരാണ് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ അല്ലെന്നും, ഒന്നുമില്ലാന്ന് ചിന്തിക്കുന്നവർ അങ്ങനെയല്ലെന്നും ഒക്കെയുള്ള ആ ഒരു ചിന്ത വരുമ്പോൾ നമുക്ക് വല്ലാതൊരു പോസിറ്റീവ് മെൻറ്റാലിറ്റി കിട്ടാൻ ഈ വായനയുടെ അത്രയുമായിട്ട് മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ഉദാത്തമാക്കുന്നത്, മറ്റൊന്നാക്കണം, ജീവിക്കാൻ കൊള്ളാവുന്നത് ആക്കുന്നത് തീർച്ചയായിട്ടും വായനയാണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. എല്ലാവരും വായനയിലേക്ക്, ആരും നിർബന്ധിച്ചിട്ടല്ല, വായനയിലേക്ക് വന്നിട്ട് വായനയുടെ സുഖം അറിയണം. അക്ഷരങ്ങളെ സ്നേഹിക്കണം. വേറെ ആരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല.
നമുക്ക് അക്ഷരങ്ങളെ സ്നേഹിക്കുക. അക്ഷരങ്ങൾ എന്ന് പറയുന്നത് നാശമില്ലാത്തതാണ്. അക്ഷരങ്ങളാണ് ദൈവം. ദൈവത്തിൻ്റെ മറ്റൊന്ന് വാക്ക് അക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്. ദൈവത്തിൻ്റെയും വാക്കത് തന്നെയല്ലേ, നശിക്കാത്തത്, മാറ്റമില്ലാത്തത്. അക്ഷരങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുക എന്നാണ് അതിനർത്ഥം. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെയും അറിവിനെയും സ്നേഹിക്കുക എന്നാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് അറിവിനെ നമ്മൾ ദൈവമായിട്ട് പോലും കാണുന്നത്. അതുകൊണ്ടാണ് വായന ഒരു തപസ്യാണെന്നും നമുക്ക് ആഹാരം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വായനയെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മർക്കോസ് അച്ഛൻ. സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. നന്ദി.